അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുട്ടികളെ, നിങ്ങളുടെ ഭൗതികമായ അറിവും പ്രാരംഭികമായ അറിവും അളക്കാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? ഓ, ഇയാൾ ഇംഗ്ലീഷ് പഠിച്ചു. ഇനി അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളായിരുന്നു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല. എന്നാൽ തുടങ്ങുകയല്ലേ? ആദ്യമായി മോനെ സൽമാനെ, നിങ്ങൾ ഫുട്ബോൾ ലോകത്ത് ജീവിക്കുന്ന ആളുകളല്ലേ, ഒരു 5 ഫുട്ബോൾ താരങ്ങളുടെ പേര് പറയാമോ? മതി മതി മതി. ഇനി നമ്മുടെ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരുണ്ട്. അതിൽ 5 പേര് ഉലുൽ അസ്മുകളാണ്. ആ 5 പേരുടെ പേര് പറയാമോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ കുറെ കാലം മുമ്പ് ജീവിച്ചിരുന്നവരല്ലേ, ഇപ്പൊ എങ്ങനെ ഓർക്കാനാ? അറിയില്ലല്ലേ? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം. ഫുട്ബോൾ താരങ്ങളുടെ പേര് വിളിച്ചാൽ അവർക്ക് കൃത്യമായി അറിയാം. എന്നാൽ നമ്മുടെ മതനായകന്മാരുടെ പേര് വിളിച്ചാൽ അവർക്കറിയില്ല. ആരാണ് 5 ഉലുൽ അസ്മുകൾ? ഞാൻ പറയാം. ആദ്യമായി നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. അവസാനമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ഇനി മോനെ സഫാന, നിന്നോടൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ മമ്മൂട്ടിയുടെ ഭാര്യയുടെ പേരെന്താ? ഞാൻ ഇപ്പൊ പറയാ, മമ്മൂട്ടിയുടെ ഭാര്യയുടെ പേര് സുലു, മോഹൻലാലിന്റെ സുചിത്ര, ദിലീപിന്റെ കാവ്യ മാധവൻ, ഫഹദ് ഫാസിലിന്റെ നസറിയ. എങ്ങനെയുണ്ട്? ഓ കൊള്ളാം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ പേര് പറയാമോ? അത് എനിക്ക് കുറച്ച് അറിവുള്ള കുടുംബത്തിൽ ജനിച്ചതാ. ഫാത്തിമ ബീബി, ഹലീമ ബീബി, ഖദീജ ബീബി, ആയിഷ ബീബി. അതിനകത്ത് ഖദീജ ബീബി, ആയിഷ ബീബി മാത്രമേ നബിതങ്ങളുടെ ഭാര്യ. ബാക്കിയുള്ള നബിതങ്ങളുടെ മക്കളാണ്. നിനക്ക് ഇവരെയൊക്കെ പിടിച്ച് നബിതങ്ങളുടെ ഭാര്യയാക്കാൻ എവിടുന്നാണ് ധൈര്യം വന്നത്? ഇനി എന്നാലും അടുത്ത ഒരു റിലാക്സേഷൻ, സഫാൻ ഒരു പാട്ട് പാടാവോ? ഉലകത്തിലാരോടും തോൽക്കാവീരൻ, കരളിൽ നന്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, പറഞ്ഞോ താരാട്ടാതെന്തേ കരയാൻ കണ്ടീരില്ല. ഈ പാട്ടോടാണോ പറഞ്ഞേ? പാട്ട് തന്നെയല്ലേ? ഇനിയാണോ മോനെ സൽമാനെ, നീ നിസ്കരിക്കാറുണ്ടോ? എന്നാ അത്തഹിയാത്തൊന്ന് ഓതിയേ. നിന്റെ അടുത്ത് കുനൂത്തോതാല്ലേ പറഞ്ഞു, അത്തഹിയാത്തോതാല്ലേ പറഞ്ഞു. അത്തഹിയാത്തുൽ മുബാറകാത്ത് ബാക്കി ചൊല്ല്. നിന്റെ അടുത്ത് നിസ്കരിക്കാനായ പറഞ്ഞു. കേടെനിക്ക് മനസ്സിലായി. ഇനി മോനെ സഫാനെ, നിനക്ക് ലയണൽ മെസ്സി അറിയാമോ? അറിയാം. വേൾഡ് കപ്പ് 2022, 2021 കോപ്പ അമേരിക്ക, 2014 വേൾഡ് കപ്പ് ഫൈനൽ ലഭിച്ച ഒരേ ഒരു രാജാവ് ഫുട്ബോളിന് ലയണൽ ആൻഡ്രസ് മെസ്സി. എങ്ങനെയുണ്ട് ഉസ്താദേ? എന്നാൽ പറ, ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? അതേത് ഫുട്ബോൾ താരമാ? മൊറോക്കോയുടെ പ്ലെയർ ആണ്. എടാ, അത് ഫുട്ബോൾ പ്ലെയർ അല്ല, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബാങ്ക് വിളിച്ച വ്യക്തിയാ. എനിക്കാകെ ബാങ്ക് വിളിക്കുന്ന അറിയാവുന്ന ഒരാള് നമ്മുടെ പള്ളി ബാങ്ക് വിളിക്കുന്ന നിസാം ഉസ്താദ് മാത്രം. വേറെ ആരും എനിക്കറിയില്ല. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? നമ്മുടെ സ്വഹാബിമാരിൽപ്പെട്ട ആളുകളല്ലേ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ അറിയപ്പെടുന്നത്? സുഹൃത്തുക്കളെ, കണ്ടോ, ഇതാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം. അവർക്ക് നമ്മുടെ മതനായകന്മാരുടെ പേരേ അറിയില്ല. എന്നാൽ ഇപ്പോൾ ഭൂമി നടക്കുന്ന പലതും അറിയാം. നമ്മളുടെ കുട്ടികളെ നാം മതപരമായ കാര്യങ്ങൾ ശീലിപ്പിക്കണം. നിങ്ങൾ ഇനി മുതൽ നന്നാവണം. ആ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റിയേ. ഇത് വെച്ചോ. ഇനിയെങ്കിലും നിങ്ങൾ മതപരമായ ജീവിതം നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കണം. ഉറപ്പാണല്ലോ? ഉറപ്പ്. എങ്കിൽ ശരി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.